രാവിലെ കണ്ടോ അതിമനോഹരമായ ഒരു കാഴ്ചയാണിന്ന്. ഇഷ്ടം പോലെ ആട്ടും കുഞ്ഞുങ്ങളുണ്ട്, ആടുണ്ട്, ചെമ്മരിയാടുണ്ട്. അതെ ഇവിടെ നോക്കി കഴുതയുടെ ഒരു കുഞ്ഞ് നിൽക്കുന്നുണ്ടോ. ഞാൻ ഓർത്തേ ആദ്യം ആട്ടും കുഞ്ഞാന്ന് ഓർത്തേ. കഴുത ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ കൂടെ. നമ്മളെ പോകുന്ന വഴിക്കൊക്കെ കാണുന്ന പോലെ തന്നെ ഇവർ ഇങ്ങനെ കൃഷിക്കായിട്ട് വന്നേക്കുന്നതെന്ന് തോന്നുന്നല്ലേ. അവിടെ 2-3 ആണുങ്ങളും 1-2 പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പുറം അവർ അങ്ങേ സൈഡിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നമ്മൾ പറയുന്ന ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് ഹിന്ദി അറിയത്തില്ല, അവർക്ക് കന്നഡ മാത്രമേ അറിയത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത്തവണ നമ്മുടേത് എക്സ്പ്രസ് ലോഡാണ്. അപ്പം ഇഞ്ചിയുമായിട്ട് പഞ്ചാബിലേക്കുള്ള നമ്മുടെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളുപ്പിന് 2:15 കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ലോഡൊക്കെ കയറ്റി പോന്നപ്പം ഇപ്പോൾ ഹസനൊക്കെ കഴിഞ്ഞ് ചിത്രദുർഗ ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കർണാടകയുടെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളാണ്. ഞാൻ ലോഡ് കയറ്റിക്കൊണ്ടിരുന്ന സമയത്ത് ഇറങ്ങിയിട്ട് ഇപ്പോൾ രാവിലെ എണീറ്റത്. അപ്പം ലോഡ് കയറ്റിയിട്ട് ക്യാമറാമാൻ കുറേ സമയം ഓടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ചായബ്രോ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, തേര് തെളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എവിടെയല്ലേ കടയോ പമ്പോ ഒക്കെ ഉള്ളിടത്ത് നിർത്തണ്ടേ, നമുക്ക് പ്രശ്നമുണ്ടെന്ന്. അത് പെട്ടെന്ന് ഫ്രഷായി പോവാം. പല്ലതും തേക്കണ്ട, എന്തായാലും കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അതിന് എക്സ്പ്രസ് ലോഡ് ആയതുകൊണ്ടാണ്. അതെ, അത് പലതേരും ഗുളികൊന്നും ഇട്ടപ്പില്ലെന്ന് കേട്ടോ. ഞാൻ അത്യാവശ്യം പല്ലൊക്കെ തേക്കും. പിന്നെ സാരമില്ല, നോക്കാം എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്യാം. പല്ല് തേക്കാതെ എങ്ങനെ ആരും കഴിക്കും? പല്ല് തേച്ചാലേ വിശപ്പ് വരും. പല്ല് തേച്ചാലേ വിശപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല. എന്നാ പിന്നെ പല്ല് തേക്കണ്ട, അപ്പൊ പിന്നെ വിശക്കത്തും ഇല്ല. അതെ, അല്ലേ ലക്ഷങ്ങള് വിലയുള്ള ആന പല്ല് തേക്കുന്നില്ല. പിന്നെ നമ്മളൊരു ദിവസം പല്ല് തേച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന്. പഴക്കൊലകളും പൂക്കൊലകളും അല്ല പൂവും ഒക്കെ കിടക്കുന്നുണ്ട്. അതെ, പഴം നമ്മുടെ അവിടെ ഉള്ള സൈസ് പഴങ്ങളല്ല. അതെ അതെ, ചെറുപഴം, റോസ്റ്റ, എല്ലാ സാധനവും ഉണ്ട്. ഇവിടുത്തെ വീടുകളെല്ലാം വേറൊരു സ്റ്റൈലല്ലേ നോക്കി. കുടകിൽ നിന്നൊക്കെ നമ്മളിങ്ങ് പോകുന്നത് കേട്ടോ. കുടകിലെ രീതികളൊക്കെ മാറി. ഇത് പാവല പാവല്. അപ്പുറം ഒരാള് പറഞ്ഞു തക്കാളിയാണ്, ഒരാള് പാവല. ഇത് പാവല അല്ല, ഞാനേ പെട്ടെന്ന് കണ്ടപ്പോഴേ രണ്ടുപേർക്കും കണ്ണാടി മേടിക്കണം കേട്ടോ. അതെ അതെ അതെ. മുമ്പെയൊക്കെ അപ്പുറയൊക്കെ മയിൽ എത്ര എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വണ്ടി നിർത്തി കഴിയുമ്പോഴത്തേന് എല്ലാം ഓടിപ്പോവും. ഈ വഴിക്ക് രാത്രിക്ക് ഭയങ്കര വണ്ടി കുറവല്ലേ? രാത്രിക്ക് വണ്ടിയേ ഇല്ല. അതുപോലെ തന്നെ കടകളും ഇല്ല. ഒരു വഴി പോലും ആരോടും ചോദിക്കണ പാടാ. വണ്ടി ഇല്ലാത്തതുകൊണ്ടാ കടയില്ലാതെ. ആ വന്ന വഴിക്ക് ഞാൻ ഇടയ്ക്ക് നിർത്തി ഒരു ചായ കുടിച്ചായിരുന്നു. അവിടെ കുറെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. കന്നിവസന്തം കാറ്റിൽ നോളം കന്നഡ രാഗങ്ങൾ, ആ പാട്ടല്ലേ? ആ പാട്ട് കവി ഇതിലൂടെ യാത്ര ചെയ്തപ്പം എഴുതിയതാവാനാ ഞാൻ. കന്നഡയുടെ ഭംഗി കണ്ടിട്ടല്ലേ, ഗ്രാമീണ ഭംഗികളൊക്കെ കണ്ടിട്ട് എഴുതിയായിരിക്കും. അതായത് കുടകിലെ കാര്യങ്ങളൊക്കെ ആ സിനിമയ്ക്ക്, കുടകൊക്കെ സ്ഥലമൊക്കെ കുറെ കാണിക്കുന്നുണ്ട്. അതെ, കഥയൊക്കെ നല്ലപോലെ മറന്നുപോയി, എല്ലാം ഒന്നും ഓർക്കുന്നില്ല. കുറെ നാളായ സിനിമയാണ്. വഴിയൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ മൊത്തം കന്നഡയാണ്. കന്നഡ ಗೊತ್ತಿല്ലാത്തതുകൊണ്ട് നമുക്ക് ചോദിച്ചു പോവാം. ഈ സ്ഥലത്തിന്റെ പേരെന്നാന്നറിയാവോ? ഗുഞ്ചനഹള്ളി. എല്ലാം ഹള്ളികളാ. ഹള്ളി. ഇവിടെ ചെറിയൊരു ക്ഷേത്രമുണ്ട്. ശ്രീഹള്ളിയിലേക്കുള്ള വഴി ചോദിച്ചേ. അതെ, ശ്രീഹള്ളിയൊക്കെ പോയ വഴി ഇതാന്നാ എനിക്ക് തോന്നുന്നു കേട്ടോ, സ്ഥലങ്ങൾ കണ്ടിട്ട്. എല്ലാ വീടിന്റെ മുറ്റത്ത് കോലമൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പുര ഇത്. അപ്പൊ ഇത് വന്ന വഴിക്കൊക്കെ ഇങ്ങനെ തെങ്ങുംതോപ്പിലൊക്കെ കാണാം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു മുമ്പേയൊക്കെ. പൂട്ടിയിട്ടേക്ക് കേട്ടോ. മെയിൻ ഡ്രൈവർ ഇതിലെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എനിക്കുള്ള തേങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ എന്നാണ് നിങ്ങൾ കളിയാക്കിയത് കൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് തേങ്ങ അരച്ച് കറി കഴിക്കാനുള്ള യോഗമില്ല. എക്സ്പ്രസ് ലോഡ് ആയതുകൊണ്ട് കിടക്കുമ്പോഴല്ലേ. മെയിൻ ഡ്രൈവർ അങ്ങനെ വെല്ലുവിളിക്കൊന്നും വേണ്ട. എന്നെ സംബന്ധിച്ച് എനിക്ക് തേങ്ങയും വേണ്ട, ചോറും വേണ്ട, ഒന്നും വേണ്ട. ചോറ് വേണ്ടെങ്കിലേ ഇപ്പൊ ചപ്പാത്തിക്ക് റൊട്ടിക്കൊക്കെ ആണേലും തേങ്ങ അരച്ച കറി ഉണ്ടെങ്കിലും കഴിക്കാലോ. കഴിക്കാം, ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. റൊട്ടി ഒരിച്ചിരി അച്ചാർ വേണേലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എത്ര ദിവസം അഡ്ജസ്റ്റ് ചെയ്യും? എത്ര ദിവസം പോകും, ഒരു കുഴപ്പമില്ല. അവിടെ എല്ലാം പാള ഉണങ്ങാൻ ഇട്ടേക്കുന്നേ, കമുകിന്റെ പാള. പാളയും കൊണ്ട് പാത്രമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പാത്രം ഉണ്ടാക്കാൻ വേണ്ടിട്ടായിരിക്കും അത് റെഡിയാക്കിയിട്ടേക്കുന്നത്. നമ്മുടെ ഇവിടെ പാളയ്ക്ക് 1-2 ഉപയോഗങ്ങളേ ഉള്ളൂ. ഒന്ന് പാള കിടത്തി പിള്ളേരെ കുളിപ്പിക്കാനും, പിന്നെ പിള്ളേരെ പാളയിലിരുത്തി വലിക്കാനും. അതെ. അല്ല, ഇപ്പൊ ആരാ പാളയിലിരുത്തി വലിക്കുന്നതും? അതൊന്നും ഇല്ല. പാളയിലേ കിടത്തി പിള്ളേരെ ഇപ്പൊ ആരും കുളിപ്പിക്കുന്നില്ലല്ലോ. ഇല്ല, അതൊക്കെ പണ്ട് കാലത്ത്. പിന്നെ ഇവിടെയുള്ള അത്രയും പാള നമ്മുടെ അവിടെ ഇല്ല തന്നെ. കമുക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്.
എല്ലാം നമ്മുടെ കർണാടകയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീടുകളൊക്കെ ഉണ്ടോ? നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഓടിട്ട വീടുകളല്ലേ കൂടുതലും. അതെ അതെ. ചെറിയൊരു ഗ്രാമത്തിലൊരു 10-50 വീട് കാണും. പിന്നെ വിജനമായ സ്ഥലങ്ങൾ, കൃഷി സ്ഥലമൊന്നും മൊത്തം പറയാൻ പറ്റിയല്ലേ. ഇവിടെ വെള്ളക്ഷാമമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ കട കണ്ടിട്ട് കാപ്പി കൂടി നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നിർത്തി പല്ലൊക്കെ തേച്ചോരെ ഏത്തപ്പഴം എടുത്ത് കഴിച്ചാൽ മതി. ഈ എക്സ്പ്രസിലോട് കൊണ്ടുപോകുന്നവരൊക്കെ അങ്ങനെ കേട്ടോ, ബ്രെഡും പഴവും ഒക്കെ മേടിച്ചു വെക്കും. അപ്പോൾ നിർത്തി പല്ല് കണ്ടാൽ കാര്യമില്ല. ഒരാൾ ഇവിടെ ഇരുന്ന് കഴിക്കും, അന്നേരം മറ്റേ ആൾ ഓടിക്കും. അതിന് ശേഷം അയാൾ വന്ന് കഴിക്കും, അന്നേരം ആൾ മാറി ഓടിക്കും, മറ്റേ ആൾ ഓടിക്കും. ഇങ്ങനെ അങ്ങ് വണ്ടി പൊക്കോണ്ടേയിരിക്കും, നിർത്തി സമയം കളയല. ആ അതെ, ഓട്ടത്തിലെല്ലാം ഇതെല്ലാം നടക്കും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ വണ്ടി നിർത്തിക്കഴിഞ്ഞാണ് സമയം പോകുന്നത്. അത് കോഴിഫാമാണെന്ന് തോന്നുന്നത്. കോഴിഫാമാണ്. ഇവിടുന്ന് കരിക്ക് കൂടുതൽ കയറി പോകുന്നുണ്ട് ഈ മൈസൂർ സൈഡിൽ നിന്നൊക്കെ. ഡൽഹിക്കും കാശ്മീർ വരെ പോകുന്നുണ്ട്. ആ, കന്നഡയിലുള്ള ബോർഡ് അല്ലാതെ വേറൊരു ബോർഡില്ല കേട്ടോ. വീടിന്റെ മുറ്റത്ത് തന്നെ തേങ്ങാപ്പരയാ. എല്ലാവർക്കും ഉണ്ട് തേങ്ങ ഇഷ്ടം പോലെ അല്ലേ. വീടിന്റെ മുറ്റത്ത് തന്നെ അല്ല, പറമ്പിലും തേങ്ങാപ്പുരയുണ്ട്. അതാ ഞാൻ മുമ്പേ പറഞ്ഞേ. ഓരോ യാത്രയിലും എന്തെല്ലാം വ്യത്യസ്തമായ കാഴ്ചകളല്ലേ ഓരോ ട്രിപ്പും നമ്മളെ കാണുന്നത്. അതെ അതെ. ഇതുണ്ടല്ലോ ഇവിടെയൊക്കെ വെള്ളം പാറയാ മൊത്തം. അതാ ഈ ഏരിയ എല്ലാം ഇച്ചിരി വെള്ളത്തിന് കുറവും അല്ലേ, പാറയൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അതാ ഇങ്ങനെ തരിശായിട്ട് കിടക്കുന്നത്. നമ്മൾ വന്നിട്ടേ ഒരു എക്സ്പ്രസിലോട് കയറ്റി ഇഞ്ചി വണ്ടി പോലും നമ്മുടെ മുന്നിലും പുറയിലൊന്നും കണ്ടില്ലല്ലോ. ഇഞ്ചി കുറവാന്നാ പറഞ്ഞത്, ലോഡ് കുറവാന്നാ പറഞ്ഞായിരുന്നു. ആണോ? ആ, കുറച്ച് വണ്ടികളൊക്കെ കണ്ടായിരുന്നു രാത്രിക്ക്. അവിടെ എവിടെയൊക്കെ ലോഡ് കയറ്റുന്നത് കണ്ടായിരുന്നു നമ്മൾ പോരുമ്പോഴും. നമ്മുടെ ആ ഫൈസൽ പറഞ്ഞേ ഈ വർഷം കുടകില് ഇഞ്ചി ലോഡ് ഇവിടുന്ന് കുറവാ. എനിക്ക് തോന്നുന്നത് ഇഞ്ചി ഈ വർഷം വിളവ് കുറവാന്ന് തോന്നേ, അതുകൊണ്ട് വില കൂടുതലാന്നാ പറഞ്ഞത്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലും കണ്ട് സത്താറ ഭാഗത്തെങ്ങാണ്ട് ഇഞ്ചി കൃഷിയുണ്ട്, അവിടെ നിന്നാണ് കൂടുതലും ലോഡ് കയറുന്നതെന്ന്. വില കൂടുതലാന്നാ പറഞ്ഞത്. അതെ അതെ. ഇഞ്ചി നല്ലത് ഡിമാൻഡ് ഇവിടുത്തെ ഇഞ്ചിക്കായിരിക്കുവേ. അവിടുത്തെ ഇഞ്ചിക്ക് വിലക്കുറവാന്നാ പറഞ്ഞത് മഹാരാഷ്ട്രയിലെ. ഇതൊരു സ്കൂളായതേ. അവിടെ വേലിക്കല്ല് കണ്ടോ കീറി വെച്ചേക്കുന്നേ? വേലിക്കല്ലല്ല, വേലിക്കല്ലായിട്ടുണ്ട്. കല്ല് കീറി, ആ കല്ല് കീറി മതില് പോലെ. അതെ. അങ്ങനെ തേങ്ങയാ കൂടുതലുള്ള കേട്ടോ. ഇതുണ്ടോ എല്ലായിടത്തും. നീ പറഞ്ഞ പോലെ കുറച്ച് തേങ്ങ ഉണ്ട്, നമുക്ക് അവിടെ ആക്കിയാലോ. ഒരു സൈഡില് കമുകും തോപ്പ്, മറു സൈഡില് തെങ്ങും തോപ്പ്, ഇടയ്ക്ക് കൊച്ചു കൊച്ചു വീടുകള്. എല്ലാ വീട്ടിലും പശുക്കളും ഉണ്ട്. നോക്കി, അത് നമ്മുടെ അവിടെ ഒഴികെ മിക്കവാറും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കൃഷിക്കാരുടെ വീടുകളിലെല്ലാം ഓരോ പശുവല്ല, അതെ, ഡസൻ കണക്കിന് പശുക്കൾ കാണും. ഇവിടെ 1-2 കടകളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ടോയ്ലറ്റുകളൊന്നും ഉണ്ടാവുകയില്ല. അത് മാത്രം ചെറിയ കടകളുള്ളല്ലേ, എല്ലാരും വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആൾക്കാരാ. അതുകൊണ്ടാ. ഇത് സ്കൂളാ, പഴയ സ്കൂളാ. അതെ, ഇപ്രാവശ്യം കണക്ക് മൊത്തം മെയിൻ ഡ്രൈവറിലാ കേട്ടോ. അതുകൊണ്ട് കണക്ക് കറക്റ്റ് ആയിട്ട് പിടിച്ചോണം. സ്വയം സഹിച്ചോണം. നിങ്ങൾ ഇനി മറന്നുപോയെങ്കിലോ? അല്ല, കയ്യിൽ നിന്നല്ലേ പൈസ കൊടുക്കുന്നേ. അതായത് കണക്ക് ഇപ്പൊ അങ്ങ് തരാം, കാശ് ഇങ്ങോട്ട് താ. കണക്കല്ല, കാശ് ഇങ്ങോട്ട് താ. അല്ല, ഇപ്പൊ എഴുതിക്കോ. ഇപ്പൊ ഇന്നലത്തെ എന്ന് പറഞ്ഞാൽ ഈ ലോഡ് കയറ്റിയതിന്റെ കയറ്റുകൂലി 2500 രൂപ 2 സ്ഥലത്തൂടെ. അതായത് അവരുടെ ലോഡ് നമ്മൾ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോയി അവിടെ നമ്മൾ ഇറക്കി കൊടുക്കണം, ഇറക്കുകൂലി നമ്മൾ കൊടുക്കണം. അതെ അതെ. അപ്പൊ 2500. ആ, അതെഴുതിയല്ലോ. പിന്നെ ഈ 2500 മേടിച്ചിട്ട് അമ്മാര് കെട്ടിത്തരത്തില്ലായിരുന്നു. അത് വേണമെങ്കിൽ വേറെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ കെട്ടാൻ കൂടിയതിന് ഒരു 400 രൂപ. അത് മെയിൻ ഡ്രൈവറുടെ മാത്രം പറ്റില്ല എഴുതണം. എന്നറിയോ, മെയിൻ ഡ്രൈവറോട് കൂടി കെട്ടണ്ടല്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ 400 കൊടുക്കാൻ നമുക്ക് തന്നെ കെട്ടിക്കൊണ്ട് വരായിരുന്നു. അപ്പൊ എന്നോട് നിങ്ങൾ ഉറങ്ങിക്കോ, മിനിങ്ങാന്ന് ഉറങ്ങാത്തോണ്ട് ഉറങ്ങിക്കോ, ഞങ്ങള് കെട്ടിക്കോളാന്ന് പറഞ്ഞോ? അത് പറഞ്ഞെന്നുള്ളൂ ഉള്ളൂ. പിന്നെ ഒരു
ഈ ലോഡിൻ്റെ കമ്മീഷൻ ഒരു 2000 രൂപ കമ്മീഷൻ എഴുതിക്കോ. അപ്പം തന്നെ ഈ ലോഡിന് ഇപ്പം തന്നെ 5000 രൂപ ചിലവായില്ലേ? എൻ്റെ ഒരു കാശും തന്നിട്ടില്ല കേട്ടോ. അത് കണക്കങ്ങ് തരാമെന്നേ. ഇതിപ്പോൾ ഇത്രയും ചിലവെഴുത്. ഇപ്പോഴേ നമ്മൾ ബലഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. എപ്പോഴും കേട്ടോ ഇവിടെ ഏതെങ്കിലും കട കാണും, നമ്മൾ നോക്കാം. ഓ അപ്പുറത്തോട്ടേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. അതിന് മുന്നോട്ടുണ്ടോ? ആ അല്ല, അടുത്ത് തന്നെ അമ്പലമുണ്ട്, അതുകൊണ്ടാ അത്രയും മാലകൾ അവിടെ കെട്ടിയിട്ടേക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഇനിയും കടയില്ലെന്ന് തോന്നുന്നു കേട്ടോ. പുറയിലോട്ട് വണ്ടി നിർത്താൻ സൗകര്യമില്ല, അതൊരു വിഷയം. അതെ കടയുണ്ട്, വലിയ കുഴപ്പമില്ല, നല്ല നീറ്റ് കടയാണ്, ഇഡലിയൊക്കെ ഉണ്ട്. പക്ഷേ ടോയ്ലറ്റ് ഇല്ല, ബസ് സ്റ്റാൻഡിൽ പോകണം. പോന്ന വഴിക്ക് നമുക്ക് പോവാം. ആ അത് ശരി, അതുകൊണ്ടാ കഴിക്കാന്ന് പറയുന്നു. ആ എന്നാ പല്ല് തേക്കുന്നുണ്ടോ? പല്ല് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പല്ല് തേക്കണം. വിശപ്പിന്റെ ആധിക്യത്തിൽ കഴിക്കാന്ന് പറഞ്ഞു പോയതാ. അതുപോലെ ഉറക്കത്തിന്റെ സാധനം ഇങ്ങനെ കൺപോളയിൽ താരാട്ട് പാടുന്നുണ്ട്. ആ എന്നാ ചെറിയൊരു നല്ല കടയാണ്. ഇഡലി, പൂരി, പിന്നെ പുഷ്ക ഒക്കെ ഉണ്ട്. നല്ല നീറ്റാ. എനിക്ക് 2 ഇഡലി, 2 മതി. ഞങ്ങൾ 2 പേരും ഇഡലി പറഞ്ഞു, എല്ലാവർക്കും ഇഡലി. അതെ വേണ്ട വേണ്ട, എനിക്ക് 2 മതി. ഇഡലിയുടെ കൂടെ മുളക് ബജി പോലെ ഉണ്ടല്ലോ, ബജി. അരിയാണോ? റവയല്ലല്ലേ? ആ അരിയാണെങ്കിൽ കുഴപ്പമില്ല, അരിയാണെങ്കിൽ കഴിച്ചേക്കാം, കുഴപ്പമില്ലല്ലേ? ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണെന്ന് തോന്നുന്നു. നല്ല ഇപ്പോഴേ ചെറിയ കടയായിരുന്നു, നല്ല ഫുഡല്ലായിരുന്നോ? അതെ അതെ, നല്ല നീറ്റുമായിരുന്നു. അതെ, നീറ്റ് ആൻഡ് ക്ലീൻ. ചമ്മന്തിക്ക് നല്ല എരിവായിരുന്നു. നല്ല അത് കഴിഞ്ഞ ദിവസത്തെ സൈസ് മുളകായിരിക്കും ഇവിടുത്തെ. ആ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ? കണ്ടതല്ല, കഴിഞ്ഞ ദിവസം കഴിച്ചു വെച്ച്. അല്ല, ആ മുളകല്ല അല്ലേ? അതെ, കഴിഞ്ഞ ദിവസം കഴിച്ച കുരങ്ങന്റെ പോലെ എന്നല്ലേ നീ പറയാൻ ഉദ്ദേശിച്ചത്? ഇല്ലില്ല, വണ്ടി ഓടിയിട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല, ബമ്പ എല്ലായിടത്തും. അതെ, അതുകൊണ്ട് ഇതല്ലേ ചൂലൊന്നും അല്ല കയറ്റി വെച്ചേക്കുന്ന, ഇഞ്ചി ആണെന്നുള്ള ഓർമ്മ തന്നെ ഇരുന്ന് വണ്ടി ഓടിക്കണം കേട്ടോ. അതുകൊണ്ട് ഇനി ഉച്ചയ്ക്ക് ചോറിനാൻ നേരം നിർത്തുന്നുള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് എന്നാ പിന്നെ നമുക്ക് 2 ഏത്തപ്പഴമൊക്കെ കഴിച്ചങ്ങോട്ട്. ആ അതാണേലും മതി അല്ലേ? ആ പിന്നെ വൈകിട്ട് വിളിച്ചാൽ മതി കേട്ടോ. അത് വേണോ? ഏത്തപ്പഴമൊക്കെ കഴിച്ച് പോകുവാണെങ്കിലേ കഴിക്കാൻ നിർത്തുന്നുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. കഴിക്കാൻ വിളിക്കുന്നുണ്ട്, നിർത്തുന്നുണ്ടെങ്കിലും വിളിക്കണമെന്നില്ല. നല്ല സുന്ദരം ചൂടാ ഇങ്ങോട്ട് വരുന്നേ. ഇച്ചിരി കഴിയുമ്പോൾ മാറും. എപ്പോൾ ഇനിയും കോട്ടയവർ ഓടിക്കാൻ കയറുമ്പോഴത്തേന് വെയിലൊക്കെ അങ്ങ് പോകത്തുള്ളൂ. ശരി, ഞാൻ അങ്ങനെ നൈറ്റ് ഓടിച്ചാലോ? ഇതാണ് ദാസ ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം. ഇതൊരു ക്ഷേത്രമാണല്ലോ, ക്ഷേത്രം ഉള്ളിലേക്കാ, അതതിന്റെ കവാടമാണ്. മുമ്പേ ആരാണ്ട് അല്ല കൺപോളകളെ താരാട്ടൊക്കെ പാടുന്നു പറയുന്നത് കേട്ടോ. എന്നിട്ട് ഉറങ്ങാനുള്ളതെന്ന് നോക്കിയേ. ഫോണ് കാണുമ്പോ ആ കുഴപ്പമില്ല. ഉറക്കത്തെ ആവാഹിച്ചോണ്ടിരിക്കുക, കാപ്പി കുടിച്ചോണ്ട് ഉറക്കത്തിന്റെ താരാട്ടിച്ചിട്ട് കുറഞ്ഞു. അപ്പൊ കാപ്പി കുടിക്കണ്ടായിരുന്നല്ലോ? എന്നാ പിന്നെ കുടിക്കണ്ടായിരുന്നു. അന്നേരം ഇങ്ങോട്ട് കയറി കിടന്നായിരുന്നെങ്കിൽ പിടിവിട്ട് കിടന്നുറങ്ങിയാണ്. വെള്ളം തട്ടൂല്ലല്ലോ അല്ലേ? മണ്ടയും തട്ടുകയല്ല, അതിനുള്ള പൊക്കമൊന്നും ഇല്ല. കളവണ്ടി അതിന്റെ ഒരു പശുക്കിടാവ് വണ്ടിയിലുണ്ട്, സ്റ്റെപ്പിനി ഉണ്ടല്ലോ. അതെ, ആൽമരം നിൽക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. നനയ്ക്കുന്ന തെങ്ങും തോപ്പിനകത്തൊക്കെ നല്ല പുല്ല് നിൽക്കുന്നുണ്ടോ? അത്ര ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നു. ഇവിടെ വെള്ളം കുറവുള്ള ഏരിയ എന്നാണേലും. അതിനല്ലേ ഇപ്പം വേനലും കൂടെ ആയില്ലേ? ആ അതെ, അതുമല്ല, അതുകൊണ്ട് തന്നെ വേറെ കൃഷികളൊന്നും കാണുന്നില്ല. വെള്ളം കുറവാന്ന് പറയാൻ പറ്റില്ല. ഇതുണ്ടോ? അത് നല്ലപോലെ നനയ്ക്കുന്ന തെങ്ങും തോപ്പാണ്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് കണക്കൂട്ടാൻ പറ്റിയല്ല. കുഴൽക്കിണറുണ്ടോ അവിടെ? കുഴൽക്കിണറോ കുളങ്ങളൊക്കെ ഉണ്ടാവും. ഇതല്ല, ഇവിടെയും പച്ചക്കറിയോ എന്തൊക്കെ ഉണ്ട്. അത് വഴുതനെയാന്ന് തോന്നുന്നു. കൃഷിക്ക് നിലമൊക്കെ ഉഴുത് മറിക്കുന്നുണ്ട്. നല്ല അടിപൊളി വഴിയല്ലേ? ആ വഴി കുഴപ്പമൊന്നുമില്ല, നിരപ്പ് വഴിയാണ്. ഇന്നലെ ഞാൻ വന്ന കുറച്ച് ചെറിയ കയറ്റം, അത് കഴിഞ്ഞ് ഇറക്കം, പിന്നെ കുറച്ച് നിരപ്പ്, വീണ്ടും ചെറിയ കയറ്റം, ഇറക്കം, അങ്ങനെ തന്നെയായിരുന്നു. മറ്റേ അസൻ വരുമായിരുന്നു വഴി. ഞാൻ പിന്നെ ഹൈവേ കൂടെ ആയിരുന്നോണ്ടേ എനിക്ക് പിന്നെ വിഷയമില്ലായിരുന്നു. അടിപൊളി വഴിയായിരുന്നു അല്ലേ? ഇന്നലെ അല്ലെന്നേ മാപ്പ് നോക്കി പോകാൻ പറ്റിയല്ലെന്നേ. അതെന്നാന്നറിയോ? അതാ പറഞ്ഞത്, അത് നോക്കി, അതാ ഞാൻ പറയുന്നത്. അത് നമ്മൾ മാപ്പ് നോക്കി ഒരിക്കലും പോകാൻ പറ്റും. അത് നമുക്ക് ചുമ്മാ ഒരു സപ്പോർട്ടായിട്ട് വേണേൽ നോക്കാം. എന്നിട്ട് ഈ ജംഗ്ഷനുകൾ തിരിവൊക്കെ ഉള്ളിടത്ത് ചോദിക്കണം ആരോടെങ്കിലും. അതാ ഏറ്റവും നല്ലത്. ആ ചോദിക്കാൻ ഒരു മനുഷ്യനും ഇല്ല. അതെ, അതാണ് ഒരു പ്രശ്നം. ഇത് പുതിയ ഏതോ ക്ഷേത്രം പണിയുന്ന കേട്ടോ.
ആദ്യം ചുറ്റുമതിലും അതിൻ്റെ കവാടം എല്ലാം പണിത് അകത്ത് പണിയാൻ തോന്നുന്നു, ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കല്ലുകൊണ്ട് പണിയുന്നുണ്ടോ? ഏതോ ഇത് നദിയാ, ഇവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടെന്ന് പറഞ്ഞു. വെള്ളമുണ്ട് കേട്ടോ, കണ്ടു. നമുക്കൊന്നും തോന്നിയതല്ലേ? അതെ, ആ സ്ഥലം കണ്ടപ്പോൾ അവിടെ പാറയായിട്ടാന്നേ, അതുകൊണ്ടാ അവിടെ എല്ലാം പാറയായിരുന്നു കുറേ ഏരിയ. ആ, അത്രയും നല്ല തണുപ്പായിരുന്നു ഇന്നലെ. ആ, നല്ല ചൂടുവാ. ഇന്നലെ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ലോഡ് കയറ്റിയെടുത്തേ ടെമ്പറേച്ചർ 16 ഉള്ളായിരുന്നു. ആ, പിന്നെ ഈ കൃഷിയിടങ്ങളൊക്കെ അല്ലേ കൂടുതൽ. വെൽക്കം ടു ടൗൺ മുനിസിപ്പൽ കൗൺസിൽ ഹൊസദുർഗ. ഈ ഏരിയ മൊത്തം തെങ്ങാ കേട്ടോ കൂടുതലും. കണ്ടോ ഒരു മല കണ്ടോ, ഇന്നാളെ അമ്മ പറഞ്ഞ പോലെ ചേന പോലെ അല്ലേ? ചേന പോലാണോ? അല്ലല്ലോ. അല്ലേ? അല്ലല്ല, നല്ല അടിപൊളി മലയാ. മഹാരാഷ്ട്രയിലെ ഇതുപോലെ ഒരു മല നിൽക്കുന്ന കണ്ടപ്പോഴാണ് പറഞ്ഞ ചേന പോലെ. ആ, അതിന് എത്രയും പൊക്കമില്ലായിരുന്നു. പൊക്കമില്ലായിരുന്നു. ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇതായിരിക്കും ഹൊസദുർഗ. അതെ, ഹൊസദുർഗ ടൗൺ ആണിത്. ആ, ഇത് ഇവിടുത്തെ ഒരു കല്യാണ മണ്ഡപമാ. ഇന്നേതോ കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ടൗണിൽ നല്ല തിരക്കാ കേട്ടോ. ഇതൊരുവിധം വലിയ സിറ്റിയാ. നമ്മളിപ്പം വന്ന കുറേ ഗ്രാമപ്രദേശങ്ങളല്ലായിരുന്നോ? ഇന്നലെ രാത്രിയിലൊക്കെ ഇപ്പോൾ വന്ന സ്ഥലമെല്ലാവേ പകലായിരുന്നു ഈ അടിപൊളിയായിരുന്നേ. പക്ഷെ നമ്മൾ ഇന്നലെ ലോഡ് കയറ്റി വെച്ച് പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയല്ലോ. 72 മണിക്കൂറേ. അതെ, അതെപ്പോഴും ഓർമ്മ വേണം. 72 മണിക്കൂറും വണ്ടിയിലിരിക്കുന്ന ലോഡ് ഇഞ്ചിയാണെന്നുള്ളൂ. പൂക്കടകൾ കണ്ടോ ഇങ്ങനെ? ഇതൊരു അടിപൊളി മസ്ജിദ് അല്ലേ? അതെ, ദർഗയും കൂടെ. ദർഗ, അതെ അതെ അതെ, അതൊരു ദർഗയായിരുന്നു തോന്നുന്നു, മസ്ജിദ് അല്ല. നമ്മളിങ്ങനെ പെട്ടെന്നല്ലേ കാണുന്നേ വണ്ടി പാസ്സാവുമ്പോഴേ. ഇപ്പോഴാ ഇംഗ്ലീഷിലൊരു ബോർഡ് കണ്ടേ, ദാവങ്കരി 92, ചിത്രദുർഗ 64. ഇത്രയും നേരം കന്നഡ മാത്രമുള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നേ, ഉൾനാടൻ ഗ്രാമങ്ങളാണ്. അതെ, ആ ബോർഡ് ഇച്ചിരി കൂടെ അപ്പുറത്ത് വെക്കേണ്ടതായിരുന്നു. അതെ, കല്ലുങ്ക് പണിയാണ്. ഇതൊരു കേരള വണ്ടിയാണല്ലോ. ഇത് ചൂട് കാരണമല്ലേ തെങ്ങ് അങ്ങനെ നിൽക്കുന്ന, ഇലയെല്ലാം ഉണങ്ങി ആയിരിക്കും. ആ, വല്ല തെങ്ങിനുള്ള വല്ല അസുഖമാണോ? അതറിയത്തില്ല. പക്ഷെ അങ്ങോട്ട് എല്ലാ തെങ്ങും അത് ഇതുണ്ട്, ആ സൈഡ് നിൽക്കുന്ന എല്ലാം. ചിത്രദുർഗ വരെ ഇനി ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെ പോകാൻ തോന്നുന്നു. ഇനി വലിയ നമ്മൾ വന്ന അത്രയും കുഗ്രാമങ്ങളല്ല, എല്ലാം ഉള്ള ഗ്രാമങ്ങളാണ്. ഇപ്പം അന്ന് വഴിക്കുണ്ടായിരുന്ന ഗ്രാമങ്ങളായിരുന്നു. ഏതാ ഇത്തിരി ഉള്ളിലേക്കുള്ള ഗ്രാമങ്ങളെ. ആ, ഇപ്പൊ ചിത്രദുർഗ പെട്ടെന്ന് എത്തും, കുറച്ചേ ഉള്ളൂ. കണ്ടോ ഈ തെങ്ങിന്റെ എല്ലാ ഇല എങ്ങനെയാ, തെങ്ങിന്റെ പോലെ ഇങ്ങനെ നിൽക്കുന്ന ആദ്യം കാണുമോ? അതെ അതെ, വെള്ളിനൂല് പോലെ ഉണ്ടല്ലേ? ആ, എല്ലാം അങ്ങനെ തന്നെ കരിഞ്ഞു നിൽക്കുക. അതെ, കായും ഇല്ല ഇതിലൊന്നും. കണ്ടോ വളരെ കുറവാ. ഇതേ കണ്ടിട്ട് സങ്കടം വരുന്നെന്ന്. അതെ, ഇത് മൊത്തം ഉണങ്ങി നിൽക്കുക. ഇതെല്ലാം മാന്തോപ്പാ. ആ ഓലയെല്ലാം തെങ്ങിന്റെ വെട്ടിയേക്കുന്നുണ്ടോ? തെങ്ങൊക്കെ ഇത്രയും വളർത്തിക്കൊണ്ട് വരണ എന്ത് പാടല്ലേ. അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി കഴിയുമ്പോഴേ, നമ്മളൊരു കൃഷിയാണേലും എന്താണേലും നമ്മൾ ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് നശിച്ചു പോകുമ്പോഴേ എന്ത് സങ്കടമാണ്. രാമക്ഷേത്രത്തിന്റെ ഇതാ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അതുപോലെ കട്ടൗട്ടില് കലുങ്ക് പണിയാ വഴിയിലില്ല. വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാ കേട്ടോ റോഡ്. വീതി കൂട്ടി എങ്ങനെയാണേലും നമ്മൾ ചെല്ലുമ്പോഴത്തേനും ഒരു സമയമാവും. വഴിയെല്ലാം ഒത്തിരി പോയി കിടക്കുന്നോണ്ട് ഇവിടെ ഇങ്ങോട്ടും ഉണ്ട്. ഈ തെങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല പോലെ വെള്ളത്തിന്റെ പ്രശ്നമാണോ വല്ല കേടുവാണോ? അത് തെങ്ങിന്റെ ഇടയിൽ കൂടെ കമുക് വെച്ചേക്കുന്നല്ലേ? ഈ തെങ്ങയിലൊക്കെ ഇഷ്ടം പോലെ മയിലുണ്ട്. മയിൽ കയറിയിരിക്കും. ഇന്നലെ രാത്രി നമ്മൾ ആ ലോഡ് കയറ്റിയെടുത്തൊക്കെ ഒരു 12-1 മണിയൊക്കെ ആയപ്പോഴും മയിൽ ഇങ്ങനെ കാറുന്ന സൗണ്ട് കേൾക്കായിരുന്നു. കമുകന്നെ പാള വീണ് കിടക്കുന്നുണ്ടോ? അതൊക്കെ പാത്രങ്ങളാവും. കാണുമ്പോഴ് ചെറുപ്പകാലമൊക്കെ ഓർമ്മ വരുന്നു. അതെ, നമ്മുടെ അവിടെ ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ പാളയെ കിടക്കുന്നതും നമ്മൾ അതില് പാളയൊക്കെ വലിച്ചോണ്ട് പോവല്ലായിരുന്നു പിള്ളേരെ. ഇങ്ങോട്ട് നോക്കിയാ നമ്മൾ അന്നേ ആവണക്ക് കണ്ടില്ലേ? ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇതേ കുറച്ചേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന കൃഷിയാണ് കൂടുതലുണ്ടായിരുന്നത്. ഗുജറാത്തിൽ പോയപ്പോഴും ഒത്തിരി ഉണ്ട്. അതെ, ഒക്കെ ഇഞ്ചി കയറ്റാൻ വേണ്ടി പോകുന്ന വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ, കാലി പോന്നെ. നമ്മളിന്നലെ കൊടകിൽ നിന്നാണ് ഇഷ്ടം പോലെ കാപ്പിക്കുരു കണ്ടു. ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ കൂടുതലും തെങ്ങും കമുകും. കാപ്പിക്കുരുവും കുരുമുളകും ഉണ്ടായിരുന്നു. അതെ, ഒരു ലോഡ് വരുന്നുണ്ടോ? ഓ, ഇതന്നെ ഒരു ലോഡാ. മാറ്റിക്കെടുത്തോ.
നമുക്ക് ഒത്തിരി മാറ്റാനൊന്നും പറ്റിയല്ല, റോഡ് പണി നടക്കുന്നുണ്ട്. അത് നെല്ലായിരുന്നു തോന്നുന്നു അതേ ലോഡ്. പോത്താണോ എരുമയാണോ? എരുമയും പോത്തും എല്ലാം ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഏതാണ്ട് കോളേജ് കണ്ടാന്ന് തോന്നുന്നില്ല. പക്ഷേ കന്നഡയിൽ എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് അറിയത്തില്ല. കോളേജ് ഒന്നും അല്ലെന്ന് തോന്നുന്നു. അതെ, സ്കൂളായിരുന്നു. സ്കൂളോ കോളേജോ എന്തേലും ആയിരിക്കും എനിക്ക് തോന്നി. ഞാൻ സ്കൂളിൽ പോയിട്ടില്ലാത്തോണ്ടേ, കോളേജിലൊന്നും പോയിട്ടില്ലാത്തോണ്ട് അതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. പ്രൈവറ്റ് ബസ്സുകളായി കിടക്കുന്നതെല്ലാം. അതെ, അകത്തുണ്ട് കേട്ടോ വലിയ ബസ് സ്റ്റാൻഡ്. നേരത്തെ സൈഡിലേ ഉള്ളെന്ന്. പ്രൈവറ്റ് സ്റ്റാൻഡാ സൈഡിലത്തെ തോന്നുന്നു. ഹോളൽക്കര എന്നാ കേട്ടോ. HOLL ഹോളൽക്കര. ഇതുണ്ടോ? കൊള്ളാം. ആൾക്കാർ നേരം ഇരിക്കുന്നുണ്ട. ആ ട്രാക്ടറെ ഫ്രണ്ടിലും ഉണ്ട് കുറെ ആൾക്കാർ. ഒരു ടാറ്റയൊക്കെ തരുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കിയേ എത്ര പേരാന്ന് അകത്തും. അതെ. അപ്പൊ വാഷ്റൂമിലേക്ക് പോയപ്പോഴേ ഹൈദരാബാദ് വണ്ടിയായിരുന്നു. ഒരു വണ്ടി അവിടെ നിർത്തിയിട്ട് വന്നായിരുന്നു രണ്ടുപേര്. അവര് ചേട്ടായേ ടയർ നോക്കുമല്ലായിരുന്നു. അന്നേരം അവര് ഞാനില്ലേ വന്നപ്പോ തന്നെ എന്നോട് വന്ന് വർത്താനം പറഞ്ഞായിരുന്നു. ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ നമ്മള് കുടിക്കുമല്ലോ, ചായ കുടിക്കുമല്ലോ. ചായ ഇപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ കുടിക്കും. പിന്നെ ഇനിയിപ്പോ നമ്മൾ ചായ കുടിച്ചോണ്ടല്ലേ സമയം പോവല്ലേ. അതെ, ചിത്രദുർഗ ടൗണിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല അടിപൊളി മലയാ. മലയിലോട്ട് നോക്കിയാ എന്ത് കല്ലാന്ന് നോക്കിയാ. കല്ല് പിറക്കി കൊണ്ടു വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നു അല്ലേ? നോക്കി നല്ല ഉരുണ്ട കല്ലുകള്, തേയ്മാനമുള്ള കല്ലുകൾ. നടുക്ക് ഒരു കല്ല് മാത്രം പൊങ്ങി നിൽക്കുന്നു കേട്ടോ. അവിടെ അതുപോലെ തന്നെ കണ്ടില്ലേ? അല്ല, ഇതേ പെറുക്കി ചുമ്മാ കൂട്ടിയിട്ടേക്കുന്ന പോലെ തന്നെ തോന്നുന്നു. പക്ഷെ അങ്ങനല്ല. അതും അങ്ങനെ തന്നെ. അതുകൊണ്ടോ ചെറുതതെ, പക്ഷെ അപ്പുറത്തോട്ടുള്ളതും അതെ കേട്ടോ. അതല്ലേ മോഡലെല്ലാം ഓരോന്ന് ഒറ്റയ്ക്ക് അല്ലേ ഇരിക്കുന്ന കേട്ടോ. ഇപ്പൊ ഇങ്ങനെ പോരും. ഇത് പുതിയൊരു കോട്ടയാണല്ലോ. കോട്ടയല്ലേ? പുതിയ ക്ഷേത്രം കേട്ടോ. പുതിയ ക്ഷേത്രം പണിയുന്നതാന്ന് തോന്നുന്നല്ലേ? അങ്ങനെ തോന്നുന്നു. എന്നാന്ന് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അപ്പോഴേ നമ്മള് വന്നിട്ട് ഹൈവേയിൽ ഇറങ്ങി. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നല്ല വഴിയായിരിക്കും. അപ്പം നമ്മളിപ്പോൾ കണ്ട ആ ക്ഷേത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. ക്ഷേത്രമോ മഠമോ പുതിയ പണിയുന്നതല്ല, അതവിടെ ഉള്ളതാണ്. മഠമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ഈ വന്നിറങ്ങിയതേ പൂനെ ബാംഗ്ലൂർ ഹൈവേയിലാണ്, NH 48. ഇനി നമ്മൾ ഈ റോഡിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് നമ്മൾ ഹോസ്പേട്ട്, വിജയപുര ഒക്കെ പോകുന്ന വഴിക്ക് പോകണം. വെൽക്കം ടു ചിത്രദുർഗ, സിറ്റി ഓഫ് ഫോർട്ടാ കേട്ടോ. ഒരുപാട് കോട്ടകളുള്ളതാണല്ലോ ഇവിടെ. ഇന്ന് കോട്ടയം കാണാൻ നേരമില്ല, കൊത്തളവും കാണാൻ നേരമില്ല. ഇഞ്ചി ആയതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ കോട്ടയം പോയി കാണാനുള്ള സമയമുണ്ട്. അല്ല, അവര് പിടിച്ചാലും എന്നെയല്ലേ പിടിക്കുള്ളൂ. നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല. ഇഞ്ചിലോടായോണ്ട് ഞങ്ങള് പറയും അവിടെ ചിത്രദുർഗ വന്നപ്പോ മെയിൻ റോഡ് കോട്ട കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ നിർത്തിയാന്ന് പറയാം, അത്ര തന്നെ. ലോറികൾ എങ്ങനെ കിടക്കുന്നത്? അതെ, ഇതെല്ലാം കാലി വണ്ടി കേട്ടോ. ലോഡിന് വേണ്ടി കിടക്കുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു, ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. കോളേജാ നമ്മ എക്സ്പേർട്സ് PU കോളേജ്. ഇത് ഒരുപാട് വണ്ടിയുണ്ടല്ലോ. എല്ലാം കാലിയാ. എല്ലാം കാലി വണ്ടിയാ. നോക്കിയാ എത്ര ദൂരത്തിലാണ്. ഈ ഹൈവേന്നേ നമുക്ക് ഹോസ്പേട്ട് വിജയപുര റോഡിൽ കയറണം. അത് നോക്കണം. അതല്ലേ സോളാപൂർ 421 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് സർവീസ് റോഡിൽ ഇറങ്ങിയിട്ട് വേണമായിരിക്കും കയറാൻ. സോളാപൂർ 421, ബാംഗ്ലൂർ 201, ചിത്രദുർഗ ടൗൺ അതും ലെഫ്റ്റിലേക്കാണ്. അപ്പം നമ്മളിപ്പം പൂനെ ബാംഗ്ലൂർ ഹൈവേയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ, അതായത് NH 48, ഇതിൽ നിന്ന് നമ്മൾ NH 50 കയറണം. അപ്പോൾ ഇത് ഇവിടുന്ന് സർവീസ് റോഡ് എടുക്കണം. എന്നിട്ട് ഹോസ്പേട്ട്, ബിജാപൂർ, ഷോളാപൂർ അങ്ങനെയാണ് പോകുന്നത്. വിജയപൂരിൻ്റെ പുതിയ പേരാ കേട്ടോ, വിജയപുര. ഇത് ഹോസ്പേട്ട് 130 കിലോമീറ്റർ, ബാംഗ്ലൂർ 200, ചിത്രദുർഗ ടൗൺ ഇവിടുന്ന് റൈറ്റിലേക്ക്. അപ്പോൾ നമ്മൾ NH 48 നിന്നും NH 50 വന്ന് കയറി. അല്ലേ, ഹംപി എക്സ്പ്രസ് വേസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹംപിയൊക്കെ ഈ റൂട്ടിൽ പോകാം കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹംപി പോകണ്ടേ? ഇന്ന് പോകണ്ട, ഹംപി കറങ്ങാൻ പോകണ്ടെന്ന്. ഹോസ്പേട്ട് 126, കുഡ്ലിഗി 80 കിലോമീറ്റർ. ചിത്രദുർഗ എന്നുള്ള പേര് കേൾക്കുമ്പോഴേ ഒരു രസമല്ലേ? അതെ. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയും പോകുന്ന ഹൈവേ സൈഡിലൊക്കെ ഗ്രാമപ്രദേശങ്ങളുണ്ട്. നല്ലൊരു ലേക്ക്, പക്ഷെ ഒത്തിരി പോള കയറി കിടക്കുക, ഒത്തിരി ഏരിയ. അതെ അതെ, വലിയ ലേക്കാ. ഇവിടെ നല്ല വഴിയാ, 4 ലൈൻ.
മുത്തനഹട്ടി. ഈ വണ്ടി ഇവിടെ മറിഞ്ഞ കേട്ടോ. അയ്യോ അതുകൊണ്ടോ ഇടിച്ചാ, വേറെ ഏതാ വണ്ടിയുടെ പുറകെ ഇടിച്ച. നല്ല ഭംഗിയുള്ള ഒരു ലേക്ക് ആയിരുന്നു അല്ലേ? കൊട്ടവഞ്ചിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. കിടപ്പുണ്ട്. ഈ നമ്മളെ ഹൈവേ പോകുന്ന സൈഡിലും ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഹൈവേ ഇത്രയും വലിയ ഹൈവേ ആണ്ട് ഗ്രാമങ്ങളിലേക്കൊരു അകലെ ആയിരിക്കും വീടുകളൊക്കെ. നമ്മള് രാവിലെ കണ്ട പോലെ അത്ര അടുത്ത് കാണത്തില്ല. ചായബ്രോ നല്ല സൂപ്പർ ഉറക്കമാ. ആ ഹൈവേ കൂടെ വന്ന് താഴേക്ക് പോരേണ്ട വണ്ടികളെല്ലാം ഇതിലിറങ്ങി വരുന്നുണ്ട്. അതെ വരുന്നുണ്ട്, ലൈനായിട്ട് വരുന്നുണ്ട്. അതെ വെള്ള കളർ തന്നെ. എന്ത് പൂവല്ലേ? ഈ ചൂടുള്ള സമയത്ത് ഇത് പൂക്കുന്ന നല്ലപോലെ. ഇല ഇല്ല, പൂ മാത്രമേ കാണാനുള്ളൂ. എന്താ കമ്പനിയാണല്ലോ, എന്താണെന്ന് മനസ്സിലായില്ല. സിമെന്റ് കമ്പനി ആയിരിക്കും കേട്ടോ. BTC സിമെന്റ് ഫാക്ടറി വല്ലതും ആയിരിക്കും അല്ലേ? ആണെന്ന് തോന്നുന്നു. ശ്രീ അവിടെ എഴുതിയിട്ടുണ്ട്, ബസവേശ്വര റൈസ് മില്ല. സിമെന്റ് അല്ല, റൈസ് മില്ല. അപ്പൊ അതിന്റെ ബോയിലറാ കണ്ടത്, അത്രയും വലുത്. കാറ്റാടി ഉണ്ട് എന്തായാലും നിൽക്കുന്നത്. കഴിഞ്ഞ ട്രിപ്പൊക്കെ നമ്മൾ ഇതിലെ വന്നപ്പോ ഒത്തിരി കാറ്റാടി ഉണ്ടല്ലേ? കാറ്റാടി വണ്ടികളല്ലേ ഉണ്ടായി? കാറ്റാടി ലീഫ്. ഇതിപ്പം കാറ്റാടി കറങ്ങുന്ന കണ്ടില്ലേ? ഇത് കടലയല്ലേ, കടല കൃഷിയാ. കണ്ണാടി വെച്ചപ്പോഴേ വഴി കാണത്തില്ലേ? കണ്ണിനൊരു കൂളിംഗ്. വഴിയൊക്കെ കാണാം. ആ വണ്ടിയൊക്കെ അത് 10 വീല് വണ്ടി, അതിലൊക്കെ ചിലപ്പോൾ ഒരു 10-12 ടണ്ണൊക്കെ കാണുള്ളൂ. നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന 24 ടണ്ണാണ്. നമുക്കിങ്ങനെ പതുക്കെ ചെറിയൊരു കയറ്റോ. അപ്പം നമ്മുടെ ചില പ്രേക്ഷകർക്ക് സംശയം ഉണ്ടായത്, നിങ്ങൾ തീർത്ത് പതുക്കെയാണോ പോകുന്നത്, ബാക്കി വണ്ടികളെല്ലാം നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നല്ലോ എന്ന്. ഈ വണ്ടികളെല്ലാം ഒരു വണ്ടി കാലുവണ്ടി, മറ്റേ വണ്ടിയെല്ലാം ചെറുവണ്ടികളാണ്. അപ്പോൾ ചെറുവണ്ടികളൊക്കെ അത്രയും ലോഡല്ലേ ഉള്ളൂ, 10 ടണ്ണോ 12 ടണ്ണോ. ആ 10 വീല് വണ്ടി കൂടിയൊന്നും ഒരു 15 ടണ്ണം ഉണ്ടാവും, അത്രയും കാണത്തില്ല, ലൈറ്റ് ലോഡായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് കയറിപ്പോവും. നമ്മുടെ വണ്ടി 24 ടണ്ണായിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെയല്ലേ കയറുള്ളൂ. പിന്നെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ പിന്നെ ഒരു 45-നും 55-നും ഇടയ്ക്കുള്ള സ്പീഡിൽ നമ്മൾ വണ്ടി പോകാറുള്ളൂ, 60 താഴെ. അതെന്താണെന്ന് വെച്ചാൽ ആ സ്പീഡിൽ ഓടിച്ചാലേ വണ്ടിക്ക് മൈലേജ് കിട്ടുള്ളൂ. അല്ലാതെ 80-ലും 90-ലും 100-ലും മൈലേജ് കിട്ടത്തുമില്ല. നല്ല ഡീസലിന്റെ വ്യത്യാസം വരും ഒരു ട്രിപ്പ് പോയിച്ച് വരുമ്പോൾ. അപ്പോൾ നമ്മളൊരു 45 to 55 മാക്സിമം 60 വരെ പോവുള്ളൂ സ്പീഡ്, എന്നാ നല്ല വഴിയാണേലും എവിടെ ആണേലും. പിന്നെ ഇപ്പം ഈ ലോഡെന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഉള്ളതുകൊണ്ട് വളവൊക്കെ എടുക്കുന്നത് നല്ല ശ്രദ്ധിച്ചെടുക്കുകയും ചെയ്യണം. നല്ല ഉലച്ചിലുണ്ട് ഹൈറ്റ് ഉള്ളതുകൊണ്ട്. അതുമല്ല നമ്മൾ ആ ലോഡ് കയറ്റി ഇച്ചിരി ഫ്രണ്ട് വെയിറ്റ് ആയിപ്പോയി, അതുകൊണ്ട് ഒരു ഓടിക്കാൻ സുഖമില്ല. അതുകൊണ്ട് ആ കാറ്റാടി എല്ലാം കറങ്ങുന്നില്ല. കറണ്ട് പോയതാ, കറണ്ട് പോയിട്ട് നിന്നിരിക്കുന്ന. കാറ്റേ നീ വീശരുതിപ്പോൾ, കാരേ നീ പെയ്യരുതിപ്പോൾ. കാറ്റൊന്നും വീശുന്നില്ല. കാറ്റ് വീശാഞ്ഞിട്ടില്ല, കറണ്ട് ഇല്ലാത്തോണ്ടാണ്. തമാശ പറഞ്ഞല്ലെന്ന്. അതെ അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. കാറ്റാടി കണ്ടപ്പോ ഒരു പാട്ട് വന്നാ. പാട്ട് കൊള്ളാം കേട്ടോ, പാടാനല്ല. പക്ഷെ തൊണ്ട ശരിയല്ല. അത് സാരമില്ല. സാധകം ചെയ്യാത്തോണ്ടേ, വണ്ടിയെ വരുന്നോണ്ട് സാധകം ചെയ്യാൻ സമയമില്ല. തൊണ്ട ശരിയല്ലെന്ന്. എപ്പോഴേലും തൊണ്ട ശരിയുള്ളതുണ്ടോ? ഈ കാറ്റാടി കറങ്ങാൻ കാറ്റ് മാത്രം പോരാ, കരണ്ടുണ്ടെങ്കിലേ അത് കറങ്ങത്തുള്ളൂ. ചുമ്മാ പറഞ്ഞല്ല. ഞാൻ അറിയാവുന്നവർ, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവരല്ലോ ഉണ്ടായിരുന്ന കമന്റ് ചെയ്തേര്. ഇനിയിപ്പം വണ്ടി പറന്ന് നിൽക്കട്ടെ കേട്ടോ. വണ്ടി പറന്നാ പോകുന്നത്. വേണേ ഇവിടെ വന്നിരുന്ന് കുറച്ച് വീഡിയോ എടുത്തു, ഞാനിട് ഓടിക്കാൻ കുറച്ച് നേരം. ചുമ്മാ ഇരിക്കല്ലേ, വീഡിയോ എടുക്കുമല്ലേ? കുറച്ച് ഡ്രൈവ് ചെയ്യാം. എക്സ്പ്രസിലോടൊന്നും അല്ലല്ലോ, പിന്നെ ഓടിപ്പോന്നെ സ്പീഡാ. ഈ കാളയോട്ടം വെക്കല്ലേ, തമിഴ്നാട്ടിലൊക്കെ ഉണ്ടത്. ആ സൈസ് കാളയത്, പക്ഷെ വണ്ടി അതല്ലെന്ന് തോന്നുന്നു. സങ്കനഹള്ളി. നല്ല കട കാണുന്നില്ലല്ലോ. കട എവിടെയെങ്കിലും കാണുന്നിട്ട് നമുക്ക് കഴിക്കാൻ നിർത്തിട്ടാ, നമ്മൾ പോയി നോക്കാം. വല്ല താപയും കാണും. അല്ല, ഇവിടെ ഇഷ്ടം പോലെ ആട് നിൽപ്പുണ്ട്. ഒരു ജമ്മുലോട് ഉണ്ടായിരുന്നു കേട്ടോ. ആണോ? നമ്മളിത് കയറ്റാൻ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ജമ്മുലോടിന്റെ കാര്യം പറഞ്ഞത്. അതെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്നാന്നറിയോ, നമ്മളെ വാഗാ ബോർഡറിൽ പോയി പരേഡ് കണ്ടില്ല.
ആ അതില്ല. അമൃത്സറിനല്ലേ നമ്മൾ പോകുന്നത്. അതെ. ഈ പ്രാവശ്യം നമുക്ക് പരേഡ് കണ്ടാലോ? നോക്കാം അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. അവിടെ പാസ്സൊക്കെ എടുക്കണം തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. നയകന ഹത്തി ജഗല്ലൂരു അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ലെഫ്റ്റിലേക്ക് പോവാം. ഇത്രയല്ലേ ഉള്ളൂ. ഹോസ്പിറ്റലായിട്ട് നമുക്ക് നേരെ പോവാം. അതെ. അവിടെ ഒരു വണ്ടി കത്തി കിടക്കുന്നത്. അത് ഈടെ കത്തിയാൻ തോന്നുന്നു. ടാറ്റയുടെ വണ്ടിയാന്ന് തോന്നുന്നു. ടാറ്റ വിങ്ങറാന്ന് തോന്നുന്നു. ഹിരേ മല്ലന ഹോളെ. ഈ സ്ഥലപ്പേര് വായിക്കണമെങ്കിൽ ഇച്ചിരി പാടുപെടും. എല്ലാം ഏകദേശം ഈ ഷിപ്പിന് വരുന്ന സാധനമായിരിക്കും. എവിടെയെങ്കിലും ഇറക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും കയറ്റി പോകാനുണ്ട്, അതിന് വേണ്ടി കണ്ടെയ്നർ കൊണ്ട് വന്നേക്കുന്നതായിരിക്കും. ആ മണ്ണിന്റെ കളർ കണ്ടു, നല്ല ചുമന്ന കളറ്. ഇവിടെ പുതിയ ടോൾ പ്ലാസ. ടോൾ എത്രയാണെന്ന് നോക്കാം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹംപി എക്സ്പ്രസ് വേസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ടോൾ തന്നെ വലിയ 455 ആയിരിക്കും അതിനാ സാധ്യത. ഇന്നലെ അവിടെയൊക്കെ ടോൾ ഉണ്ടായിരുന്നേ. ഒരു 2-3-4 ടോൾ ഉണ്ടായിരുന്നു. എല്ലാം 115, 125, 135 അത്രയൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെയുള്ള ടോളിൽ നമ്മൾ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല പറഞ്ഞേ. ഇഷ്ടം പോലെ ഇടയുണ്ട്. ഇട ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ വല്ലതും വെച്ച് കഴിക്കാനാണ് നല്ല സൗകര്യം. പക്ഷെ നല്ല വെക്കത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര ചൂടുവാ. ഒരു തണല് പോലും ഇല്ല. എക്സ്പ്രസ് ലോഡ്, അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. പട്ടണം ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിക്കോളും. നോക്കാം. ഇവിടെ നല്ല കടയുണ്ടായിരുന്നല്ലേ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ സൗകര്യം. ഇതേ ഇവിടം ഈ റോഡ് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഹോട്ടലുകളൊക്കെ വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് കടകൾ കുറവാണ്. ചെറിയ ചെറിയ തട്ടുകട പോലുള്ള കടകളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. ആക്കിയാലും ഹംപി വിഹാർ. റൊട്ടി കഴിക്കണ്ടേ നമുക്ക്? റൊട്ടി ഇവനതുകൊണ്ട് സന്തോഷമാണ്. ഇനിയിപ്പോൾ റൊട്ടി മാത്രം. റൊട്ടിയുടെ നാളുകളാണ് ഇനി. അതെ അതെ അതെ. ഇവിടെ ഊഞ്ഞാലാടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ വെയിലായത് ഊഞ്ഞാലൊന്നും ആടണ്ട. ഉള്ള നേരത്തെ വെള്ളം കഴിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ പഞ്ചാബിലേക്ക് പോകാം. റൊട്ടിപ്രാന്തന് റൊട്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 റൈസും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്, വെജ് ഫ്രൈഡ് റൈസ്. ചേട്ടായി ഒരു കേട്ട് റൈസ്. അത് രാവിലെ അങ്ങനെ ഇറങ്ങത്തൊന്നുമില്ല. അത് വീട്ടിലല്ലേ. റൊട്ടി നല്ല റൊട്ടിയെന്ന് തോന്നുന്നല്ലേ? നല്ലതാണോ? ഇവിടുത്തെ കർഡ് റൈസ് നല്ല കേട്ടോ, നല്ല റൈസാണ്. അതെ അതെ, ഇതും നല്ല. വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസും നല്ല. പിന്നെ ഇവിടുത്തെ കുക്കാണ് ആരാന്നറിയത്തില്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആട്ടോ. വന്ന് കണ്ടപ്പോൾ അടുത്ത് വന്നായിരുന്നു. അപ്പം അങ്ങോട്ട് പോയി. അതെ, ഇതിനകത്ത് മുളകിന് നല്ല എരിവ് കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായില്ലേ? നല്ല എരിവ്. കറി എങ്ങനെയുണ്ട്? ബിന്ദി മസാല കഴിച്ചിട്ട് നല്ലതാന്ന് പറഞ്ഞു. അവൻ പറയുന്ന കൂട്ടണ്ട. അവൻ റൊട്ടിയും കറി എന്നാണല്ലോ മോശമെന്ന് അവൻ ഒരിക്കലും പറയും. ഏതൊക്കെയാലും ഫുഡൊക്കെ കൊള്ളായിരുന്നു. ഉച്ചക്കത്തെ ഫുഡൊക്കെ നല്ലതായിരുന്നേ. അപ്പം ഇനി പോയേക്കാലേ. നമ്മുടെ സബ്സ്ക്രൈബറെ നോക്കിയായിരുന്നു, പക്ഷേ പുള്ളിയെ കണ്ടില്ല അവിടെ. ഇപ്പം പുള്ളി കണ്ടില്ല. അന്നേരം വന്ന് വർത്താനം പറഞ്ഞ് കഴിച്ചോണ്ട് ഇത് പോകുന്ന ഫുഡൊക്കെ നല്ലതാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. ചോദിച്ചായിരുന്നു. ചേട്ടാ അന്നേരം ഫോൺ ചെയ്തില്ല അന്നേരം. അപ്പോൾ നമ്മുടെ അമൃത്സറിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.